ദൈവമേ ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. രണ്ടാമത്തെ തവണ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൊമെന്റിൽ സാറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? സാറാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് സാറാണ്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പക്ഷെ സാറ് കാരണം കഴിഞ്ഞൊരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ മൊത്തം ശൂന്യാകാശത്തായിരുന്നു. മൊത്തം എല്ലാവരും കൂടെ എന്നെ എയറിലാക്കി മാക്സിമം ട്രോൾ ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ, ഇത് നിന്റെ പുനർജന്മമാണ്. നമ്മളെ ഓരോ മൊമെന്റിലും ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡയറിങ് വാലിയന്റ് ആയിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരെ ക്രിയേറ്റ് ചെയ്തത് യാത്രകൾ മാത്രമാണോ സർ? വണ്ടി എടുക്കട്ടെ മോളെ? ഉത്തരം പറ. അത് പറങ്ങട്. യാത്രകൾ ഒരാളെ പൂർണ്ണമായിട്ടും ക്രിയേറ്റ് ചെയ്യില്ല. അയാളുടെ മനോഭാവം എങ്ങനെ എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ച് പോയി. എല്ലാവരും പറയും സർ, വിജയിച്ച എല്ലാവരും ഒരു കംഫർട്ട് സോൺ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകും. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഞങ്ങളെ സന്തോഷ് സർ ബ്രേക്ക് ചെയ്ത ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്താണ്? കംഫർട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ കംഫർട്ടിലായിരുന്നില്ല ഒരിക്കലും, ഇപ്പോഴും അല്ല. ഈ നിമിഷവും ഞാനിപ്പോ കംഫർട്ടിലല്ല ഇരിക്കുന്നത്. എന്നാൽ സാർ ഒരു ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ? ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അടിപൊളി. രാജ്യങ്ങളൊക്കെ കറങ്ങുമ്പോഴത്തേക്ക് എപ്പോഴെങ്കിലുമൊക്കെ സാറിനൊന്ന് ഹെഡ് ചെയ്ത് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥകൾ വരുമ്പോൾ ആ ഒരു ഇൻട്രോവേർട്ട് സോണിനെ സാർ എങ്ങനെയാണ് ബ്രേക്ക് ചെയ്ത് പോകുന്നത്? എനിക്ക് അതിന്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള സാറിന്റെ ഫേവറിറ്റ് ട്രാവൽ സ്നാക്ക് എന്താണ്? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഏത് നാട്ടിൽ ചെല്ലുന്നോ അവിടുത്തെ ഏറ്റവും മികച്ച സ്നാക്കാണ് സ്നാക്ക്. ഇപ്പൊ ജപ്പാനിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ട തിന്നണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അയ്യന്റെ മോനെ, ഞാനത് ചോദിക്കരുതായിരുന്നു. ഒരു ചെറിയ ഇൻട്രോവേർട്ട് ആയിരുന്ന സാറിൽ ഇനിയും മാറാത്ത ഒരു കാര്യം എന്തായിരിക്കും? ഇപ്പോഴും ഇൻട്രോവേർട്ട് തന്നെയാണ് ഞാൻ. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്നെ നിങ്ങളെപ്പോലെ ഒരാൾ വന്ന് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് വർത്താനം പറയും. അതല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രകോപനമാണോ സാർ ഞാൻ? അതെ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.